ഗായ്സ് അങ്ങനെ നമ്മൾ കല്ലേരിമല പമ്പിന്ന് മർജാന്റെ വണ്ടിക്ക് പെട്രോൾ അടിക്കുന്നുണ്ട്. ബോസ് എന്തിണ്ട് ഉഷാറല്ലേ? ആയിരിക്കും ഇവന്റെ ലോഡ് വണ്ടിക്ക് ചലഞ്ച് കൊടുത്തായിരുന്നു അല്ലേ? ഗായ്സ് നമ്മളങ്ങനെ കല്ലേരി പമ്പിൽ പെട്രോൾ പമ്പിലാണുള്ളത് ഗായ്സ്. അവിടെ എത്രക്ക് അടിക്കുന്നേ മർജാനെ? ഇപ്പൊ 1000 വരുമ്പോ ഫുൾ ടാങ്ക് ഗായ്സ്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ വരുമ്പോ ഞാൻ ചലഞ്ച് ഇവനെ കൊണ്ട് എടുപ്പിക്കും ഗായ്സ്. അല്ലേ എടാ വരുമ്പോ അടിക്കൂ. എന്നാ നമുക്ക് ചലഞ്ച് എടുക്കാം കർണാടകയിൽ നിന്ന് ഗായ്സ്. അങ്ങനെ നമ്മൾ മാക്കൂട്ടൻ ചുരത്തിലെത്തിയിട്ടുള്ളത് ഗായ്സ്. അപ്പോൾ ഇവിടെ എന്തോ ചെക്ക് പോസ്റ്റിൽ എന്തോ ബില്ല് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബില്ലോ അല്ലെങ്കിൽ പൈസയോ എന്തെങ്കിലും ഒന്നായിരിക്കും ഗായ്സ്. അപ്പോൾ നമ്മുടെ ലോഡ് ഇതാണ്, ഫുൾ ഫർണിച്ചറാണ്. ഒരു ബെഡ് ഒരു സോഫ ഉള്ളത് ഗായ്സ്. പിന്നെ മർജാനാണ് ഡ്രൈവർ ഗായ്സ്. ഞാൻ ഇവൻ്റെ കൂടെ വെറുതെ കമ്പനിക്ക് വന്നതാണ്. റോഡൊക്കെ എന്താ പറയുക വെള്ളം കയറിയിട്ടുണ്ട്. പക്ഷേ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു റോഡ് പണിയൊക്കെ നിർത്തി വെച്ചത്. പിന്നെ അപ്പുറത്തെ സൈഡ് മൊത്തം പുഴയാണ് ഗായ്സ്. അപ്പോൾ നമ്മുടെ ഫർണിച്ചർ വരുന്നത് ഐഡിയൽ ഫർണിച്ചറാണ്, മുരിങ്ങോടി തന്നെയാണ്. അപ്പോൾ അവരെ ഒരു ഡെലിവറിയാണ് ഇവിടെ വിശാൽ നഗറോ അവിടെ എവിടെയോ ആണ് ഗായ്സ്, കർണാടകയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഈ ഗുഡ്സ് വണ്ടിക്കൊക്കെ ഇവിടെ എന്തായാലും പേയ്മെൻറ്റ് കൊടുക്കണം. പേയ്മെൻറ്റോ അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന ഗുഡ്സിൻ്റെ ബില്ലോ ഏതെങ്കിലും ഒന്ന് കൊടുക്കണം. ഇവിടെ ഒരു കർണാടക വണ്ടിയുണ്ട്, അശോക ലൈലാൻഡിൻ്റെ. പിന്നെന്താ ഇങ്ങനെ പോകുന്നുണ്ട് ഗായ്സ്. എന്താ പറഞ്ഞേ? ഇതാ മർജാൻ വരുന്നുണ്ട്. എന്താ പറഞ്ഞേ അല്ലേ? പറ. ഓ ഗായ്സ് ഒരു ഡിഫൻഡർ ഗായ്സ്, റിയലി നൈസ് ലുക്ക് ഗായ്സ്. ഇനി നമുക്ക് വണ്ടി കയറാം. മർജാൻ എന്തെല്ലോ പറയുന്നുണ്ട്, എന്നാ നോക്കട്ടെ, ചോദിച്ചു നോക്കട്ടെ. മർജാനെ എന്നാ പറഞ്ഞേ പറ. എത്ര 100 കൊടുക്കുന്ന ഗായ്സ്. കർണാടകയിൽ ഇതാണ്. കർണാടകയിൽ പൈസ ഉണ്ടോ നമുക്ക് ആരും കൊല്ല് വരെ ചെയ്യാം. ഞാൻ എൻ്റെ അടുത്ത് എന്തിനാ ഇങ്ങനെ ചില്ലറ? ഓ ഗായ്സ് എല്ലാ ചെക്ക് പോസ്റ്റിലും ചില്ലറ കൊടുക്കാൻ വേണ്ടിയിട്ട് മർജാൻ മുൻകൂട്ടിയിട്ട് ആദ്യം 50 രൂപയുടെ നോട്ട് എടുത്തിട്ടാണ് വന്നത് ഗായ്സ്. എല്ലാ ചെക്ക് പോസ്റ്റിലും 100 രൂപ വെച്ച് കൊടുക്കണം എന്നാണ് പറയുന്നത്. നമുക്ക് 50 രൂപ വെച്ചിട്ട് ഇപ്രാവശ്യം കൊടുക്കാം. ഓക്കെ 50 ഉള്ളൂ എന്ന് പറഞ്ഞാൽ മതി. വാങ്ങൂല 100 രൂപ തന്നെ വേണമല്ലേ ഗായ്സ്? ഒരു വണ്ടിന്ന് ഒരു ദിവസം 100 രൂപ, ഒരു മിനിമം 50 വണ്ടിന്നാണെങ്കിൽ 5000 രൂപ. ആ ഒരു ഏരിയയിൽ 5 പോലീസുകാരാണെങ്കിൽ ദിവസം 1000 രൂപ, മാസം 30,000 രൂപ, വർഷം 3,65,000 രൂപ ഗായ്സ്. വലിയ പ്രോഫിറ്റ് ആണ് ഗായ്സ് സർക്കാർ. അങ്ങനെ നമ്മൾ അടുത്ത ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട് ഗായ്സ്. നമുക്ക് അവിടെ പൈസ കൊടുക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. എല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മൾ എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തേനെ. ബട്ട് നമുക്കത് പൈസ കൊടുക്കാൻ പറ്റില്ല. അവിടുന്ന് പോലീസുകാരെ ഫീസിലൊക്കെ അടിക്കാം. ഇനി വാന്ന് പൈസ തന്നിട്ട് പോകുന്നു, ചായ കുടിക്കാൻ പൈസ ഇല്ലാന്ന് ഏത് മൂടി. അങ്ങനെ മർജാൻ ഇറങ്ങിയിട്ടുണ്ട് ഗായ്സ്. നമുക്ക് ആ ചായക്കടയിൽ നിന്ന് ചായ കുടിക്കാം. കാരണം ഞാൻ അധികം ഇവിടുന്ന് ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ ഇവിടുന്നാണ് ചായ കുടിക്കല്. ചായ കുടിക്കല്. ഓ വെള്ളം ഗായ്സ്. ഞാൻ ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് വന്നത് ഗായ്സ്. ആ കാണുന്ന ചായക്കട ഗായ്സ്. നിങ്ങൾ അവിടെ കാണുന്നുണ്ട് ഇവിടുത്തെ ക്ലൈമറ്റ് ഗായ്സ്. മേലോട്ട് കയറും തോറും നല്ല ക്ലൈമറ്റ് ആയിരിക്കും. അതേപോലെ നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് കർണാടകയിലേക്ക് ഏകദേശം കൂടിപ്പോയി കഴിഞ്ഞാൽ 12 കിലോമീറ്റർ. നമുക്ക് ഇവിടുന്ന് കർണാടകയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇരിട്ടിയിൽ നിന്ന് വെറും ഒരു 9 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് കർണാടകയിൽ കയറാം ഗായ്സ്. അതേപോലെ ഒരു 100 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മൈസൂർ എത്തും ഗായ്സ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കർണാടകയിൽ പോകാനും സിമ്പിളാണ്. കർണാടകയിൽ പോകാനും കാസർഗോഡ് പോകാനും കോഴിക്കോട് പോകാനും വയനാട് പോകാനും കണ്ണൂരുകാർക്ക് സിമ്പിളാണ്. ഈ വിരാജ്പേട്ട ബസ് ഇതാ ഗായ്സ്, KSRTC ആണ്. അതേപോലെ കർണാടക KSRTC ഉണ്ട് അവിടെ, അങ്ങ് ഇങ്ങോട്ടേക്ക് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു നല്ല സ്ട്രോങ് ചായ കുടിച്ചിട്ട് അങ്ങ് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ചേട്ടാ 2 ചായ. എനിക്ക് മധുരം വേണ്ടേ? 1 വിത്തോട്ടെ. മർജാൻ വന്ന പാടന്നെ ചായ കിട്ടി. നമ്മൾ നല്ല ചൂട് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. മർജാൻ ആ ചെക്ക് പോസ്റ്റിൽ എത്ര കൊടുത്ത്? 100 രൂപ. എങ്ങനെയാ ചോദിച്ചു എന്നോട്? 2 എൻട്രിയോ ഗായ്സ്? നല്ല ചൂട് ചായ ഗായ്സ്. നമ്മൾ ഈ ഷോപ്പിൽ നിന്നാണ് ഇന്ന് ചായ കുടിച്ചത്. പിന്നെ ഇതാ വിരാജ്പേട്ടയിലേക്ക് പോകുന്ന KSRTC ഉണ്ട്. അതേപോലെ നാട്ടിലേക്ക് വരുന്ന KSRTC ഉണ്ട്. അതേപോലെ കൊട്ടിയൂർ ഉത്സവം ആയതുകൊണ്ട് എല്ലാവരും കൊട്ടിയൂർ ഉത്സവത്തിന് പോകാനുള്ള തിരക്കിലാണ് ഗായ്സ്. ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇലയട വാങ്ങിയിട്ടുണ്ട്. ഗോതമ്പില്ല തേങ്ങ നിറച്ച ഇലയട ഗായ്സ്. അങ്ങനെ നമ്മൾ ഫൈനലി കൂർഗ് ഗേറ്റിലെത്തി ഗായ്സ്. ആ ചങ്ങായി നമ്മളെ കാണുമ്പോൾ ഫിസിൽ വലിക്കാതെ ഗായ്സ്. നമ്മളങ്ങനെ ഫൈനലി പേട്ടയിലെത്തിയിട്ടുണ്ട്.
അടി സ്ഥലത്തിന് ശരിക്കും മടിക്കേരിയാ ഗായ്സ്. ഈ സ്ഥലത്തിന്റെ കറക്റ്റ് പേര് വിരാജ്പേട്ട അല്ല, മടിക്കേരിയാന്ന് തോന്നുന്നു ഗായ്സ്. മടിക്കേരി അല്ല, മടിക്കേരിയിലേക്ക് 36 കിലോമീറ്റർ ഉണ്ട്. ഇത് കൂർഗേറ്റ് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് ഗായ്സ്. അതെ ഗായ്സ്, ഇവിടെ നമ്മളെ നാട്ടില് കുറച്ച് ടീംസ് ഉണ്ട് ഗായ്സ്. ഇവിടെ ചെമ്മുണ്ടാ, ചെമ്മു നാട്ടിലാണ് ഉള്ളത് ഗായ്സ്. ഇവന്റെ ബ്രദർ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഇപ്പൊ നാട്ടിലാണ് ഉള്ളത്. വിൻഡോയിലും കയറ്റിയിട്ട് നമ്മൾ ജസ്റ്റ് ഇടുന്നല്ലേ ബ്രേക്ക്ഫാസ്റ്റ്. ആ ഹയാന്നെല്ലാം പറയുന്നുണ്ട്, ആർക്കറിയാം. ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചൊരു ഇല്ലും ഗൈസ്. അങ്ങനെ നമ്മളിപ്പോൾ കൂർഗേറ്റിൽ വന്നിട്ടുള്ളത് ഗൈസ്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഗൈസ്. മുടി രസമില്ലേ, വേറെ മൂഡാണ് ഗൈസ്. നിങ്ങൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ ഫുള്ള് കോട മഞ്ഞിൽ കുളിച്ചിട്ടുള്ളത്. ഇപ്പം ഈ ബാക്കിൽ കാണുന്നതാട്ടോ നമ്മളെ കൂർഗേറ്റ് ഹോട്ടൽ. ഞാൻ ഇന്ന് മർജാൻ്റെ കൂടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓൻ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ ലോഡ് ഇറക്കാൻ പോകുന്നുണ്ട്, നീ വെറുതെ വരുന്നോന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ആ വരുന്നുണ്ട്, പക്ഷേ എനിക്ക് നാട്ടിൽ കുറച്ച് വർക്ക് പെൻഡിങ്ങിലുണ്ട്. ഇവൻ്റ് വർക്കിൻ്റെ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് ഗോഡൗണിൽ കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. പക്ഷേ മർജാൻ ഇന്ന് രാവിലെ തന്നെ വീട്ടിൽ വന്ന് വിളിച്ചുതരാൻ വരാൻ പറ്റൂല എന്നും പറയാൻ പറ്റൂല. ഞാൻ ആദ്യം എക്സ്ക്യൂസ് പറഞ്ഞതാണ്, പക്ഷെങ്കിൽ പിന്നെ ഞാൻ ഇവനിങ്ങനെ രാവിലെ വന്നതല്ലേ അതും. അപ്പോൾ ഗൈസ് വേറെന്താ പറയുക, ഇനി ഞാൻ മർജാനെ നല്ലോണം ഫുഡ് കഴിച്ചിട്ട് ചാമ്പും ഗൈസ്. വേറെ ഒന്നും എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. നല്ലോണം ഞാൻ ഫുഡ് കഴിപ്പിച്ചിട്ട് കൊല്ലും. വരുമ്പോ മന്തി നമുക്ക് ഈടുന്നിപ്പോ നല്ല ചായയും വടയും കണ്ട, ചായയും വടയിൽ ഒതുക്കി ഗൈസ്. വരുമ്പോൾ മന്തി മേടിച്ചിട്ടാണ് പറഞ്ഞത്. മന്തി കിട്ടിയില്ലെങ്കിൽ മർജാനെ ഞാൻ ഉറക്കും ഗൈസ്. ഇപ്പം നമ്മൾ കൂർഗയിൽ ഇവിടെ 2-3 നമ്മളെ നാട്ടിലെ ഫ്രണ്ട്സ് ഉണ്ട്, അവരെ ഒന്ന് മീറ്റ് ചെയ്യാം. മർജാൻ ഫുള്ള് നനഞ്ഞ് കുളിച്ച്. വേറെ ഇർഫാനോ? അതെ ഗൈസ്, ഇതാണ് നമ്മുടെ നാട്ടിലെ മുച്ചി ഗൈസ്. നമ്മൾ ഇതാ മർജാൻ്റെ ലോഡ് ഇറക്കാൻ വേണ്ടി വന്നേ ഗൈസ്. കുറേ ചോക്ലേറ്റ് ഒക്കെ ഇവിടെ ഉണ്ട്, ഡേറ്റ്സ് ഉണ്ട്, പിന്നെന്താ ഓ മോൺസ്റ്റർ ഉണ്ട്, പ്രീം ഉണ്ട്, മറ്റേ മിസ്റ്റർ ബീസ്റ്റിൻ്റെ. പിന്നെന്താ കുറേ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട് ഗൈസ്. എന്താ ഉണ്ട്, ബാ വടയും ചായയും കുടിക്കാലോ. ഇതേതാ ചൗച്ച ഉപ്പിലിട്ടതാ, പിക്കിളാണ് ഇത്. അമല സ്വീറ്റ്, ഒരുപാട് സാധനങ്ങളുണ്ട് ഗൈസ്. എല്ലാം ആയുർവേദിക്കാന്ന് തോന്നുന്നു. പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതേ കൂടെ മർജാനുണ്ട്. അവിടെ ഉള്ളിലൊക്കെ ഫുള്ളായതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും ഗൈസ് സീറ്റ് കിട്ടാൻ. മർജാൻ അങ്ങനെ ഫ്ലാഷ് എത്തുന്നുണ്ട് ഗൈസ്. മർജാൻ അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഗൈസ്. എന്നാ ഓർഡർ ചെയ്തേ? ചായയും വടയും ഗൈസ്. പക്ഷെ ഉച്ചയ്ക്ക് നീ മന്തി വാങ്ങി തന്നിട്ടില്ല, ഞാൻ ബാക്കിയാൻ പറഞ്ഞതാ. അത് വാങ്ങി തരില്ലേ ഗൈസ്? പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മളെ വട സെറ്റ് വന്നിട്ടുണ്ട് ഗൈസ്. നമ്മൾ ജസ്റ്റ് ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ മർജാൻ വട വേറെ ലെവലാണെന്നാണ് മർജാൻ പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. നല്ല എന്താ പറയുക, എന്നാൽ ഇതിനെക്കുറിച്ച് പറയാം, നല്ല പ്രസൻറ്റേഷൻ ഗൈസ്. വടയുണ്ട്, ചട്നി ഉണ്ട്, ചമ്മന്തി ഉണ്ട്, വൈറ്റ് ചട്നി ഉണ്ട്. മർജാൻ ഫസ്റ്റ് ട്രൈ ചെയ്യാണ് ഗൈസ്. ഓ എക്സ്പ്രഷൻ കാണിക്കേ എടാ, എനിക്ക് ചായ വിത്തൗട്ട് ചെയ്യനും വേണ്ടേ ഗൈസ്. ക്യാമറ ഗൈസ്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ വണ്ടിയിലേക്ക് പോവാണ് ഗൈസ്. നല്ല മഴയുണ്ട്. പിന്നെ മർജാൻ അവിടുന്ന് ബില്ല് പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ. ഇന്ന് നമ്മൾ കഴിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഒരു വട സെറ്റ് മാത്രമേ കഴിച്ചുള്ളൂ. അത്യാവശ്യം നല്ല വട കേട്ടോ, അത്യാവശ്യം നല്ല വട എന്നല്ല, കിടിലം വട. ചായ ആണെന്നുണ്ടെങ്കിൽ അതിലും കിടിലം ചായ. നല്ല മഴയുണ്ട് ഗൈസ്, നല്ലോണം നനയുന്നുണ്ട്. നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത് ഗൈസ്. എന്താ വേറെ പറയാം, നനഞ്ഞുകൊണ്ട് നിൽക്കാണ്ട് ഗൈസ്. വണ്ടി ലോക്കാണെങ്കിൽ ഞാനിപ്പോൾ മൂഞ്ചു. നമുക്ക് അവിടെ കയറി നിൽക്കാം, കുഴപ്പമില്ല ഗൈസ്. വണ്ടി ഐ തിങ്ക് ഗൈസ് വണ്ടി നല്ല ലോക്കായിട്ടാണത്. മഴ നല്ലോണം പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. നേരെ ഇവിടെ കയറി നിൽക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഫുള്ള് മർജാൻ വരുമ്പോഴേക്കും മഴ നനഞ്ഞ് കുളിക്കും ഗൈസ്. മർജാനെ കാണുന്നില്ല, ഞാൻ ഈ ലൊക്കേഷൻ ഒന്നുകൂടി കാണിക്കാം ഗൈസ്. നല്ല മഴ പെയ്യുന്നുണ്ട് ഗൈസ്. മർജാനും മുച്ചും കൂടി നടന്നു വരുന്നുണ്ട്. മുച്ചു നമ്മുടെ നാട്ടിലുള്ളത് തന്നെ കേട്ടോ, മുരിങ്ങോടിക്കാരനാണ്, ഇവിടെ വർക്ക് ചെയ്യുന്നതാണ്. ഞാനും വരുന്നത് ഏതോർക്ക് ഗൈസ്. അങ്ങനെ വണ്ടി ലോക്ക് ചെയ്യാൻ തുറക്കാണ്.
മർജാനെ തുറക്ക് മർജാൻ പോസ്റ്റ് ആക്കുന്നു. നമ്മൾ വണ്ടി എടുത്ത് ഇവിടെ തന്നെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ഗായ്സ്. നല്ല മഴ ഗായ്സ്. ഇവിടെ തന്നെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ 100 രൂപ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ബട്ട് നമ്മുടെ ഈ മുച്ചു എന്ന് പറയുന്ന ഫ്രണ്ട് ഉള്ളത് കൊണ്ട് നമുക്ക് അത് ക്യാൻസൽ ആക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു മുച്ചു. അതാ ഓനടിക്കുന്ന ഹോട്ടൽ താങ്ക്സ് പോട്ടെ ബൈ ഗൈസ്. അങ്ങനെ 100 രൂപ സേവ് ചെയ്തു മർജാനെ തിരിച്ചു വരുമ്പോ ഇതാ ഈ പെപ്പർ പാലസ് നിന്ന് മന്തിയെ ഓക്കെ അല്ലേ മേടിച്ചിട്ടില്ലെങ്കിൽ അല്ലാണ് ഈ താഴത്തേക്ക് പോലിന്ന്. ഗൈസ് എങ്ങോട്ടേക്കാ പോകേണ്ടതെന്ന് കൺഫ്യൂഷൻ ആയിട്ടുള്ളത് ഗൈസ്. നീ ജസ്റ്റ് ഒന്ന് ലൊക്കേഷൻ ഇട്ടേ ഗൈസ്. ഫസ്റ്റ് ടൈം നമ്മൾ ചെക്ക് പോസ്റ്റിൽ പൈസ കൊടുക്കാണ്ട് പോവാണ് ഗൈസ്. നമ്മൾ 4 വീൽ കാറും കൊണ്ടൊക്കെ പോവാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ബട്ട് ഇതേപോലെ ഗുഡ്സുമായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ പൈസ കൊടുക്കണം. കൊടുക്കുന്നതിന്റെ പർപ്പസ് എന്താണെന്ന് എനിക്കറിയില്ല. ബട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്. ഗ്ലാസ് കോട കയറുന്നുണ്ട് ഗൈസ്. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വിരാജ്പേട്ട റോഡിലൂടെയാണ്. കാണിച്ച ലൊക്കേഷൻ കാണിച്ചേ. ഇനി ഗായ്സ് ഏകദേശം ഇവിടുന്ന് 49 കിലോമീറ്റേഴ്സ് ഉണ്ട് ഗായ്സ്. 1.5 hour 1 മണിക്കൂറും 17 മിനിറ്റ് ഇവിടുന്ന് ട്രാവൽ ചെയ്യാനുണ്ട്. അപ്പോൾ അവിടെ ഇത് എവിടെയാ കറക്റ്റ് ലൊക്കേഷന്റെ പേരുന്നതിനും മസനഗുഡിയാ കുശാൽ നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഗായ്സ്. ഇവിടെ നല്ല മഴയാണ്, നല്ല രീതിയിലുള്ള മഴയാണ് ഗായ്സ്. നമ്മൾ കൂർഗ് ഗേറ്റ് ഹോട്ടലിൽ നിന്ന് വിരാജ്പേട്ടയിലേക്ക് പോകുന്ന ഈ ഒരു റോഡില്ലേ ഗായ്സ്, ഇവിടുന്ന് ഏകദേശം എനിക്കൊന്നൊരു 7 കിലോമീറ്റർ ഇവിടുന്ന് ഉണ്ട്. ബട്ട് ഈ റോഡ് വേറെ തന്നെ മൂഡ് റോഡാ ഗായ്സ്. നൈസ് റോഡ് പോലെ ഉണ്ട് അല്ലേ. ചായയും പടിയും വേറെ ലെവലാണ് ഗൈസ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ അവിടെ കയറുന്നത്. ഒരുപാട് ടൈം ഇതിലൂടെ പാസ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു ഹോട്ടലിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കയറുന്നത് ഗൈസ്. അങ്ങനെ നമ്മൾ വിരാജ്പേട്ട ടൗണിലെത്തി ഗൈസ്. ഗൈസ് ലൊക്കേഷൻ ഇടുന്നോണ്ട് സിരി എന്തെല്ലോ പറയുന്നുണ്ട്. സിരിയാന്ന് തോന്നുന്നു, അറിയില്ല. പിന്നെ നമ്മൾ കറക്റ്റ് വിരാജ്പേട്ട ടൗണിലാണ് ഉള്ളത് ഗൈസ്. റൈറ്റ് സൈഡിലേക്ക് കാണുന്ന ആ റോഡ് കണ്ടോ, അങ്ങോട്ടേക്കാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. അതിലൂടെ നേരെയാണ് പോകേണ്ടതെന്ന് തോന്നുന്നു ഗൈസ്. ഇതാണ് ഈ കാണുന്നതാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. നേരെ കുറച്ചും കൂടി നേരെ പോയിട്ടില്ല പറയാൻ സമ്മതിക്കില്ല. ഇതെല്ലാം ഓഫാക്കി വെച്ചേ കണ്ട്. ഇതോ എടുക്കട്ടെ, എന്തെങ്കിലും പറയട്ടെ. പിന്നെ ഈ കാണുന്നതാണ് വിരാജ്പേട്ട ടൗൺ ഗൈസ്. വിരാജ്പേട്ട ടൗണിലൂടെ ആം സ്കില്ലറും മർജാനും കാക്കിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നേരെ താഴോട്ടേക്ക് വന്നു മർജാന. ഞാൻ പറഞ്ഞറിയതോ, ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. വിടി കാരണം നേരെ പോയിട്ട് ലെഫ്റ്റ് ആവണ്ടേന്. അതും 230 മീറ്റർ കഴിഞ്ഞാല്. ഓക്കെ ഗൈസ്, നമ്മളിങ്ങനെ വിരാജ്പേട്ട ടൗണിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇനി ഇവിടുന്ന് ഏകദേശം 43 കിലോമീറ്റർ ഉണ്ട്. 43 കിലോമീറ്റർ. ഇരട്ടിന്നല്ല, പേരാവിടുന്ന് കണ്ണൂർ പോകേണ്ട ദൂരമുണ്ട് ഗൈസ്. ഗൈസ് നല്ല മാമ്പഴം വിൽക്കുന്ന ഒരു വണ്ടിക്കാരൻ. ഓ ഗൈസ് നിങ്ങൾ അങ്ങ് കാണുന്നുണ്ടോ? അല്ല, ആ മല മൊത്തം കോടമഞ്ഞോണ്ട് മൂടിയിട്ടാണുള്ളത്. ഗൈസ് നിങ്ങൾ അവിടെ കാണുന്നുണ്ടോ? അവിടെ കാണുന്ന ആ മല കണ്ടോ? മഞ്ഞുണ്ട്. ഇവിടെ നിൽക്കുന്നവര് ഇപ്പൊ തന്നെ ഈ വണ്ടിന്റെ അകത്ത് AC ഇട്ട ഒരു ക്ലൈമറ്റാ ഗൈസ്. അതിനിടക്ക് മഴ നനഞ്ഞിട്ടാണെങ്കിൽ അതിനെന്നെ നോക്കിനി. അല്ലാണ് എന്നെ നോക്കിട്ടാ ചിരിച്ചേ. സത്യമായി അല്ലാണ് ഇന്നെ നോക്കിട്ടല്ല. നീ ക്യാമറയിൽ എന്നെ കണ്ടിട്ടില്ല, എന്നെ കണ്ടിട്ടുള്ളൂ. അല്ലാണ് ഞാൻ കണ്ടല്ലേ, എന്നെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ കണ്ടല്ലേ, ഞാൻ ക്യാമറയിലൂടെ ഈ ഫോണിന്റെ സ്ക്രീനിലൂടെ കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ വായി നോക്കിയിട്ട് നടക്കല്ലേ മർജാനെ. ഗൈസ് നമ്മളങ്ങനെ പേട്ട ടൗണിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. വിരാജ്പേട്ട ടൗണിലൂടെ. ഗൈസ് ഇവിടുന്ന് ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡ് ഗൈസ്. നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ്? ഇതാ ഈ കാണുന്നത്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നേരെ നമ്മളെ KSRTC ബസ് സ്റ്റാൻഡാണ് ഗൈസ്.
അവിടെ സമയം അത്ര ആവുന്നേ ഉള്ളൂ അല്ലേ? എല്ലാവരും സ്കൂളിൽ പോകുന്ന ടൈം ആവുന്നേ ഉള്ളൂ. സമയം എത്രയായി? 9:40 ആവുന്നേ ഉള്ളൂ. എല്ലാവരും സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോവാണ് ഗൈസ്. ഇവിടെ ഒരു പെട്രോൾ പമ്പെല്ലാം ഉണ്ട് ഗൈസ്. ഗൈസ് ഇവിടെയുള്ളവർ എൻ്റെ വീഡിയോ കാണുവാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പേട്ട ടൗണിലൂടെ. ഫ്രണ്ടിൽ ഒരു ഓട്ടോറിക്ഷ ഉണ്ട്. Take the next right onto Jan Street. ഓ എടാ, നമുക്ക് ഗോണി കുപ്പിയെല്ലാം കഴിയണം പോകുമ്പോൾ. എന്താണ് നീ പറയുന്നത് ബ്രോ? ഇവിടുന്ന് റൈറ്റ് ആണ് വേണ്ടേ? സർക്കിള് കട്ട് ചെയ്തിടുവോ? യാ സോ ബേബി ഗൈസ്. മർജാൻ സത്യം പറഞ്ഞില്ലേ, അതിലും ഇതിലും പോകുന്ന എല്ലാ ഗേൾസിനെയും കമന്റ് അടിക്കുന്നുണ്ട് ഗൈസ്. മർജാന്റെ ഓൾ ഇത് കാണുവാണെങ്കിൽ ഇതെന്തായാലും നോട്ട് ചെയ്യണം. ഇവൻ ഇങ്ങനെ ഒരു സൂക്കേട് ഉണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് നീ റിലേഷൻഷിപ്പിലാണോ? അല്ല ഗൈസ്, ഉള്ള പെണ്ണും കൂടി തേച്ച് വരെ. ഗൈസ് നിങ്ങൾ ഇത് കാണുന്നുണ്ടോ ഗൈസ്? ആ മല കാണുന്നുണ്ടോ നിങ്ങൾ? അത്രയും നല്ല മല ഗൈസ്. മല എന്നല്ല, ഐ മീൻ കോട മഞ്ഞുകൊണ്ട് മൂടിയിട്ടുണ്ടല്ലോ. കോട മഞ്ഞുകൊണ്ട് മൂടിയിട്ട് ഒന്നും കാണാൻ വയ്യില്ല. അതിന്റെ മുകളിലൂടെ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ കാണുന്നുണ്ടോ നിങ്ങൾ? ഇല്ല ഗൈസ്, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. എനിക്ക് ക്യാമറയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഗൈസ് അതാ ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കർണാടക മൈസൂർ ബോർഡറിലൂടെയോ അല്ലെങ്കിൽ ഫോറസ്റ്റിലൂടെയോ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും മൺസൂൺ സീസണിൽ തന്നെ ട്രാവൽ ചെയ്യണം ഗൈസ്. എന്നാലേ അത് ഏറ്റവും ഒരു എന്താ പറയുക പീക്ക് ലെവലിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ ഗൈസ്. ഇങ്ങനെ പോവാണ് ഗൈസ്. ഗൈസ് സ്കൂൾ കുട്ടികൾ വരെ പോകുന്നത് ജാക്കറ്റൊക്കെ ഇട്ടിട്ടാവും സ്കൂളിലേക്ക്. ഗൈസ് ഗുണ്ടൽപേട്ടയിലേക്ക് പോകുന്ന ബസ്സൊക്കെ ഉണ്ട് ഗൈസ്. ഗൈസ് നമ്മൾ ഇതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഏകദേശം 24 കിലോമീറ്റർ ഉണ്ട് ഗൈസ്. ഇവിടുത്തെ റോഡൊക്കെ ഫുള്ള് ചളിയിലൂടെ കട്ടറിലൂടെ പോവാണ് ഗൈസ്. ഫുള്ള് ഓഫ് റോഡാണ്. ഗൈസ് ഈ മർജാനെ മന്ത്രിയാക്കാണ്, മന്ത്രി അല്ല റോഡ് ടാർ ചെയ്യാന്നൊക്കെ പറയുന്നു മർജാനി. ഗൈസ് ഇവിടെ എവിടെയോ ഒരു സ്പോർട്സ് ട്രാക്ക് ഉണ്ട് എന്നാട്ടോ എൻ്റെ ഒരു തോന്നല്. കാരണം ഫുള്ള് ഇവിടെ ഏതാ എസ് ടീം. അതെ ഗൈസ്, ഇതാ ഗൈസ് ഇവിടെ ഒരു വണ്ടി കേട്ടോ. എസ് ടീം അല്ല ഗൈസ്, അത് ബലേനല്ലേ? ബലേൻ, അത് ഹുണ്ടായി ഗൈസ്. അങ്ങനെ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന ഏരിയ ഇല്ലേ ഫുള്ളി എന്താ പറയാ, ഈ ഓഫ് റോഡ് ഡ്രൈവ് ചെയ്യുന്ന മറ്റേ എസ് ടീമില്ലേ, വണ്ടിയൊക്കെ പണിയെടുപ്പിച്ചിട്ട് ചളിയിലൂട്ടിയൊക്കെ പോകുന്ന ട്രാക്ക്. അങ്ങനെ ട്രാക്കിൽ യൂസ് ചെയ്യുന്ന കുറേ വണ്ടി ഉണ്ട് കേട്ടോ റോഡ് സൈഡിൽ. ഏതാ മറച്ചാണ് വണ്ടി ഇടുന്നത്? എസ് ടീം എന്ന് പറയുന്ന വണ്ടിയാണ് ഗൈസ്. മൊത്തം പണിയെടുപ്പിച്ചിട്ട് ഡ്രൈവിംഗ് സീറ്റും അതേപോലെ ഫ്രണ്ട് 2 സീറ്റ് മാത്രമേ ഉള്ളൂ. ബാക്കിൽ മൊത്തം എന്തൊക്കെയോ കമ്പിയും കടലാസെല്ലാം കയറ്റി വെച്ചിട്ടുണ്ട് ഗൈസ്. ഗ്യാസും സിലിണ്ടറൊക്കെ കയറ്റി വെച്ചിട്ടുള്ള ഒരുപാട് വണ്ടിയുടെ റോഡ് സൈഡിൽ തന്നെ കാണാം. കുറേ വർക്ക്ഷോപ്പിന്റെ ഫ്രണ്ടിലായിട്ടും പണിയെടുപ്പിക്കാൻ വെച്ച കുറേ വണ്ടി ഉണ്ട് ഗൈസ്. ഒരു ദിവസം എന്തായാലും ഇവിടെ കർണാടകയിൽ വന്നിട്ട് ഇവിടുത്തെ ട്രാക്കിങ്ങിൽ റേസ് നടക്കുന്നത് എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം ഞാൻ കുറേ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും റീൽസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട്, നാട്ടിൽ മീൻസ് അങ്ങനെയല്ല, നമ്മുടെ വീടിൻ്റെ എന്നല്ല, നമ്മുടെ നാട്ടിൽ നിന്ന് ഏകദേശം ഒരു 10-60 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് ഇവിടെ ട്രാക്കെല്ലാം അവൈലബിൾ ആണ്. നമ്മളെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ അത്ര പോപ്പുലർ അല്ല, എന്നാലും ഉണ്ട് ഗൈസ്. കുറേ വണ്ടിപ്രാന്തന്മാരൊക്കെ കൂടിയിട്ട് ക്യാമ്പയിനൊക്കെ നടത്തലുണ്ട്. ബട്ട് അതേപോലെയല്ല ഇവിടെ കർണാടകയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഫ്രീഡം. വണ്ടി പൊളിക്കാം, വണ്ടി പറത്താം, എന്തും ചെയ്യാം. കർണാടകനെ കുറിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കൂടുതലായിട്ട് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ, നേരത്തെ തന്നെ നമ്മൾ വരുമ്പോൾ കണ്ടതാണ് ഗൈസ്. ഇവിടെ പണം ഉണ്ടെങ്കിൽ എന്തും നടക്കും. ഓക്കെ, കേരളം പോലെയല്ല. അതർ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, കേരളം വിട്ട് കഴിഞ്ഞാൽ ഈ ക്യാഷ് ഉണ്ടോ, സംസാരിക്കാൻ വായുണ്ടോ, എല്ലാ കാര്യവും നടക്കും. ഏതും സിമ്പിളായിട്ട് നടക്കും ഗൈസ്. ആ ഒരു സ്കിൽസ് നമ്മളെ കയ്യിൽ ഉണ്ടായാൽ മതി. സ്കിൽസും വേണം, അതേപോലെ കയ്യിൽ പൈസയും വേണം ഗൈസ്. നമ്മളിപ്പോൾ ഏതോ ഒരു ടൗണിലെത്തി ഗൈസ്. നമ്മളെ സിദ്ധാപുരം എന്ന് പറയുന്ന ടൗണിലാണുള്ളത് ഗൈസ്. ടൗണിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഗായ്സ് നമ്മളെ നാട്ടിലൊക്കെ മരം കയറ്റാൻ ഉപയോഗിക്കുന്നത് മറ്റുള്ള വണ്ടിയാണ്. ബട്ട് ഇവിടെയൊക്കെ മരം കയറ്റുന്നത് ട്രാക്ടറാണ് കേട്ടോ ഗായ്സ്. അങ്ങനെ നമ്മൾ ഫൈനലി ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് ഗായ്സ്. അവിടെ കണ്ടോ സൈറസ് ഹോസ്പിറ്റൽ. ഇവരെ ഹോസ്റ്റലിലാണെന്ന് തോന്നുന്നു ഇറക്കേണ്ടത്. ഈ സൈറസ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ പേരാവൂരുണ്ട് കേട്ടോ. അവരെ കെയർ ഓഫിലാന്ന് തോന്നുന്നു കസ്റ്റമർ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഡ്രൈവർ മർജാൻ ഇവിടെ റീൽസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. പിന്നെ ഇതാണ് ഹോസ്പിറ്റൽ വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ ഒരു ഓഡിൻ്റെ Q3 ആണെന്ന് തോന്നുന്നു. Q3 Q5 ആണെന്നറിയില്ല, ഏതൊരു വണ്ടി ഉണ്ട്. അതും KL രജിസ്ട്രേഷനാണ്. 1, 2, 3, 4 വണ്ടിയും KL ഗായ്സ്. ഇവിടെ കർണാടകയിലാണ് നമ്മൾ ഉള്ളത്. കർണാടകയിൽ 4 വണ്ടിയും KL രജിസ്ട്രേഷനിലാണ് ഉള്ളത്. പിന്നെ എന്താ ഈ സ്ഥലത്തിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എനിക്ക് തോന്നുന്നത് കുശാൽ നഗർ എന്നാണ് ഗായ്സ്. എനിക്ക് തോന്നുന്നത് കൂർഗ് ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഏകദേശം 45 കിലോമീറ്റർ ഇങ്ങോട്ടേക്കുണ്ട്. നമുക്കുള്ള ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോഡ് മൊത്തം ഇറക്കണം. ഇവിടുന്ന് ലോഡ് മൊത്തം ഇറക്കി കഴിഞ്ഞിട്ടാണ് നമുക്ക് നേരെ തിരിച്ച് നാട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇവിടുത്തെ ആളിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ടൗണിൽ ചായ കുടിക്കാൻ പോയിട്ടുണ്ട് എന്നാണ് മർജാൻ വിളിച്ചേരം പറഞ്ഞത്. അല്ലേ മർജാനെ? ഗായ്സ് അങ്ങനെ നമ്മളെ ഗുഡ്സ് നമ്മൾ ഇറക്കാൻ വേണ്ടി പോവാണ് ഗായ്സ്. ആ വണ്ടിയിലാണ് നമ്മളെ ഇറക്കേണ്ട സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ആളുള്ളത് ഗായ്സ്. നല്ലൊരു ഏരിയ കേട്ടോ ഗായ്സ്. എവിടെയാ പോണേന്നൊന്നും നമുക്കറിയില്ല. നമ്മളിങ്ങനെ ആ വണ്ടീൻ്റെ ബാക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ വണ്ടി കേട്ടോ, KL 41A5657. മർജാൻ പറഞ്ഞത് ആള് തൊണ്ടിയിലുള്ളതാണ് അല്ലേ? ഇവിടെ വർക്ക് ചെയ്യാൻ തോന്നുന്നു, അറിയില്ല. ആളെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. ആളെ നമുക്കൊന്ന് പരിചയപ്പെടാം ഗായ്സ്. കിടിലൻ സ്പോട്ട് ഗായ്സ്, നല്ല രസമുണ്ട് ഗൈസ്. ഇവിടെയാന്ന് തോന്നുന്നു ഇറക്കേണ്ടത്. ചേട്ടാ എവിടെ ഇറക്കണ്ടേ? ഓക്കെ ഗൈസ്, ഇവിടെയാന്ന് തോന്നുന്നു ഇറക്കേണ്ടത്. ഗൈസ് ഇനി ഇത് ഇറക്കാൻ ഞാൻ ഇവരെ സഹായിക്കണം. എടാ അവിടെ ഇറക്കണ്ടേ? എടാ അവിടെ വണ്ടി എടുത്തിട്ട് അവിടെ നേരെ ബാക്ക് എടുത്തോ. ആ സൈഡിൽ ഇറക്കണ്ടേ? ആ ചെറിയ ഗേറ്റിൻ്റെ അടുത്ത് ഇറക്കണ്ടേ? അങ്ങോട്ട് എടുത്തിട്ട് ഈ ചെറിയ ഗേറ്റ് ഉണ്ടോ? ആ ചെറിയ ഗേറ്റിൻ്റെ അടുത്ത് ഇറക്കണ്ടേ? ഗൈസ് മർജാൻ എണീച്ച് നിന്നിട്ടൊക്കെയാ വണ്ടി ഓടിക്കുന്നത്. ആ പോട്ടെ 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 പോട്ടെ, കറക്റ്റാ. ഞാൻ ഇറങ്ങട്ടെ ഗൈസ്. അങ്ങനെ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലുള്ള ഫർണിച്ചറൊക്കെ ഞാൻ ഇവനെ ഇറക്കാൻ സഹായിക്കണം. അതിനും കൂടിയാണ് ഇവൻ എന്നെ കൂട്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ എന്തായാലും ഓനെ നല്ലോണം ചാമ്പും ഗൈസ്. ഞാൻ അങ്ങനെ വെറുതെ ഒന്നും പണിയെടുക്കില്ല ഗൈസ്. മർജാൻ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഈ വണ്ടിയിൽ കൊണ്ടുവന്ന എല്ലാ ഫർണിച്ചറും കൂടി നമ്മളിതാ ഫസ്റ്റ് ഫ്ലോറിൽ ഈ ഒരു റൂമിൽ കയറ്റിയിട്ടുണ്ട് ഗൈസ്. സോഫ ഇതാ, ബെഡ് ഇതാ, പില്ലോ ഉണ്ട് ഇവിടെ. അതേപോലെ ഇവിടെ ഒരു ബെഡ് ഉണ്ട്. ബെഡ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മർജാൻ. കുറച്ച് റിസ്ക് ആയിരുന്നു ഗൈസ്. മർജാനെ ഒരു മന്തിയിൽ തീരൂല കേട്ടോ. 2 മന്തി, അതാണ് ഒരു ഹാഫ് മന്തി അനക്കനോ. ഓ ഞാൻ ഇത്ര ടഫാന്ന് വിചാരിച്ചില്ല ഗൈസ്. കൈയൊക്കെ ഫുള്ള് റെഡിഷായി. കൈ നോക്കിയേ. പക്ഷേ സീനില്ല ഗൈസ്. അതൊക്കെ നമ്മളൊരു ജസ്റ്റ് ഫോർ ഹെൽപ്പ് അത്രേ ഉള്ളൂ. കാണിച്ചേ ഫോറാംസാ. അതേ ഗൈസ്, ഡെയിലി അലമാരിയും കട്ടിലൊക്കെ കയറ്റിയിട്ട് ഫോറാംസൊക്കെ ഫുള്ള് ഇൻക്രീസ് ആയിട്ടുണ്ട് ഗൈസ്. ഫൈനലി ബെഡിൻ്റെ വർക്ക് ചെയ്യുന്നു ഗൈസ്. നെട്ടും ബോൾട്ടൊക്കെ ഇട്ട് ടൈറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. സെറ്റ് ഫുൾ സെറ്റായി ഗൈസ്. ഇനി ബെഡ് വരുന്നുണ്ട്. പിടിക്കണം ഒന്ന് ഇടി മർജാനെ. ഞാൻ വീഡിയോ ഒക്കെ എടുക്കട്ടെ. കറക്കിയോ ഗൈസ്. മർജാൻ ബെഡ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് സബ്സ്ക്രൈബറോ? എത്ര പേരുണ്ടാവും? എന്നാലും ചേട്ടൻ ഗസ് ചെയ്ത് നോക്കിയാൽ 50,000 അല്ല, 73K. യാ. ചേട്ടൻ്റെ പേരെന്താ? ജിമ്മി. ചേട്ടൻ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നു. ചേട്ടൻ ഇവിടെ നാട്ടിലെവിടെയാ? പേരാവൂര്. ഓക്കെ. എൻ്റെ പേര് റിഫാൻ. യൂട്യൂബ് ID ആംസ് കില്ലർ ഗൈസ്. അങ്ങനെ ബെഡൊക്കെ ഇട്ട് സെറ്റായി ഗൈസ്. ഇനി 2 പില്ലോവും കൂടി ഉണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കട്ടെ.
യാ ഗൈസ്, പിന്നെ ഇവിടെ ഇത് 1 BHK ആണ്. 1 BHKയിൽ 2 ബെഡ്റൂം കാണുന്നുണ്ട്, ഒരു ടോയ്ലറ്റ് ഉണ്ട്, അതേപോലെ ഒരു കിച്ചണ്, ഒരു ഹാള്. ഇത് നമ്മളിപ്പോൾ കൊണ്ടുവന്ന് ഇറക്കിയ സോഫ കേട്ടോ. പിന്നെ ഇതാണ് ഗൈസ് നമ്മുടെ ഏരിയ. ഇവിടെ നല്ല ക്ലൈമറ്റാണ്, നല്ല വെയിലുണ്ട്. നമ്മൾ വന്നേരം നല്ല മഴയായിരുന്നു, ഇപ്പോൾ വെയിലുണ്ട്. പിന്നെ കുറേ പൂവൻ കോഴി ഉണ്ട് കേട്ടോ, നാടൻ കോഴി. ഗൈസ് ഇവിടുത്തെ ഏരിയ നോക്കിയേ, നല്ല പീസ് ആയിട്ടുള്ള ഏരിയ ഗൈസ്. ഇതൊക്കെ ഇവിടെയുള്ള വീടാട്ടോ. ഇവിടുത്തെ എല്ലാ ആൾക്കാർ എങ്ങനെയാണെന്നറിയോ, അതായത് ഇവിടെ ഉള്ളവരൊരു ഐഡിയ ഞാൻ പറയട്ടെ. അതായത് നല്ലൊരു വീട് പണിയും, അതും 2 നില വീട് പണിതിട്ട് അതിൽ ഫസ്റ്റത്തെ ഫ്ലോറിൽ, അതായത് അടിയത്തെ ഫ്ലോറിൽ ഫാമിലി താമസിക്കും, സെക്കൻഡ് ഫ്ലോർ മൊത്തം റെൻ്റ് ഔട്ട് ചെയ്യും. ഇപ്പോൾ ഇവിടെ തന്നെ 2 റൂമുണ്ട്, രണ്ടും 2 BHK ആണ്, 1 BHK ആണ് ഗൈസ്. അപ്പോൾ ഏകദേശം ഒരു 7,000 to 10,000 മേ ബി റെൻറ്റ് കിട്ടും. അപ്പോൾ തന്നെ 1 മന്ത് ഒരു 20,000, ഇല്ലെങ്കിൽ എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 15,000, 15,000 രൂപ എങ്ങനെയായാലും ഫസ്റ്റ് മേലത്തെ റെൻ്റ് ഔട്ട് ചെയ്താൽ തന്നെ ഇവർക്ക് ലാഭിക്കാൻ പറ്റും. ആ ഒരു പൈസ ഉണ്ടെങ്കിൽ തന്നെ എന്താ പറയുക, വീട്ടിലെ കറണ്ട് ബില്ല്, ചിലവ്, എല്ലാ ചിലവും നമുക്ക് അതിലൂടെ തന്നെ എല്ലാ ചിലവും നമുക്ക് പരിഗണിച്ചെടുക്കാൻ പറ്റും ഗൈസ്. അപ്പോൾ ഈ ഒരു ഐഡിയ നല്ലൊരു ഐഡിയ ആണ് ഗൈസ്. എറണാകുളം, ബാംഗ്ലൂർ ബേസ്ഡാണ് ഈ ഒരു സ്കീം വരുന്നത്. അതായത് നല്ലൊരു വീടെടുക്കും, സെക്കൻഡ് ഫ്ലോർ മൊത്തം റെൻ്റ് ഔട്ട് ചെയ്യും ഗൈസ്. അത് നല്ലൊരു ഐഡിയ ആണ് ഗൈസ്. എറണാകുളത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് ഇങ്ങനെയുള്ളൊരു സ്ഥലത്താണ് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ ജിമ്മി ചേട്ടൻ വന്ന വാഗനർ ഗൈസ്. ഇവിടെ നമ്മുടെ വണ്ടിയുണ്ട്, നമ്മുടെ വർക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞു ഗൈസ്. ഇവിടുത്തെ ലഗേജ് ഗുഡ്സൊക്കെ നമ്മൾ മേലെ കയറ്റി, ഫർണിച്ചർ മൊത്തം മേലെ കയറ്റി. ഞാൻ പറഞ്ഞ വീട് ഇതാണ് ഗൈസ്. 1 BHK അല്ല കേട്ടോ, 2 റൂം, ഒരു ഹാള്, ഒരു കിച്ചൺ, ഒരു ബാത്റൂം. 2 BHK ആണ് വരുന്നത്. അത് രണ്ട് ഇതുണ്ട്, 2 യൂണിറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ തീം ഇതാണ് ഗൈസ്. അടിയത്തെ ഫ്ലോറിൽ ഫാമിലി, അവിടെ ഒരു സ്വിഫ്റ്റ് ഡിസയറൊക്കെ ഉണ്ട്. നമ്മുടെ താർപ്പായാണ് ഇവിടെ കിടക്കുന്നത്. ഇതിനി മടക്കി വെക്കണം, മറച്ചാൻ വരട്ടെ. അതേപോലെ നമ്മൾ ഇവിടുന്ന് ബെഡ് അങ്ങോട്ടേക്ക് കയറ്റിയത് കയറിൽ എയർ ലിഫ്റ്റാണ് ചെയ്തത് ഗൈസ്. പിന്നെ നല്ല അടിപൊളി ഏരിയ ഗൈസ്, നല്ല പീസ് ആൻഡ് കാം ആയിട്ടുള്ള ഏരിയ. നോക്കിയാൽ എല്ലാവിടെയും ഇതേ തീമിൽ തന്നെയാണ് കണ്ടോ. അവിടെ 3 നില വീടാണ് ഗൈസ്. അതിൽ ഫസ്റ്റ് ഫ്ലോറിലായിരിക്കും ഫാമിലി മൊത്തം താമസിക്കുന്നുണ്ടാവും, ബാക്കി രണ്ട് നിലയും റെൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും ഗൈസ്. അങ്ങനെ നമ്മൾ കൈയും കാലൊക്കെ കഴുകി പോവാണ് ഗൈസ്. ചേട്ടൻ്റെ പേരെന്ന് പറഞ്ഞാൽ ജിമ്മി. പോട്ടെ, ബൈ. ചേട്ടൻ ഇവിടെ എന്ത് ചെയ്യുന്നേ? ഞാൻ ഇവിടുത്തെ മെയിൻ സാരസ് ഹോസ്പിറ്റലിലെ മെയിൻ ആളാണ് ഗൈസ്. പോവാ മർജാനെ, പോവാ. നമുക്ക് ചോമിച്ചേട്ടൻ എത്ര രൂപ ചായ പിടിക്കാൻ തന്നു? യാ ഗായ്സ്. അപ്പോൾ 250 കൂടി ഞാൻ ഇവരുടെ നിന്ന് ചാമ്പും ഗായ്സ്. ഇവിടെ നമ്മളെ നാട്ടിലെ പോലെ നല്ല പൂവൻ കോഴി ഉണ്ട് ഗായ്സ്. നമുക്കിനി കുറച്ച് പൂവൻ കോഴിൻ്റെ വ്ളോഗ് എടുക്കാം. പൂവൻ കോഴിനോട് എന്തുണ്ട് എന്ന് ചോദിക്കാം ഗായ്സ്. പോലെ കോഴി നിൽക്ക്, പോയില്ല ഗൈസ്. കോഴി ഞാൻ വരുമ്പോൾ തന്നെ പോവാണ് ഗൈസ്. നമുക്ക് ഇവനങ്ങ് പിടിച്ചോണ്ടല്ലോ. ഇഷ്ടംപോലെ കോഴിയെല്ലാം ഉണ്ട് ഗൈസ്. ഇങ്ങനെ പറമ്പത്തോട്ടെ മെയിൻ നടക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ലോഡൊക്കെ ഇറക്കി തിരിച്ചു പോവാണ് ഗൈസ്. ഫസ്റ്റ് നമ്മളെ ഫുഡ് അടി തുടങ്ങി ഗൈസ്. ഇനി ഫുള്ള് ഫുഡ് അടിയാ ഭയ്യ. അതോ നാരിയൽ കാ പാനി ഗൈസ്, അടിപൊളി ഭയ്യ. യൂട്യൂബ് ചാനലേ आर्म्स किलर केरला मल्लू भैया. हमको पानी भी चाहिए, खाने के नहीं चाहिए. हाँ, इनके इतना बना. हाँ, इसके खाने के चाहिए ഗായ്സ്. അങ്ങനെ നമ്മൾ കുറച്ച് എളുനീരിൻ്റെ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു ഗായ്സ്. അതെ, എനിക്ക് ദാഹിക്കുന്നുണ്ട്, കഴിക്കാനുള്ള വിശപ്പില്ല. കാരണം മർജാനെ കൊണ്ട് മന്തി തിന്ന് എനിക്ക് വയറ് നിറക്കാനുള്ളതാണ്. അതുകൊണ്ട് ഞാൻ എന്താക്കി, വെള്ളം മാത്രം കുടിക്കാമെന്ന് വിചാരിച്ചു. മർജാൻ്റെ ഗായ്സ്. യാ भैया, ये एरिया का नाम क्या है? कुशाल नगर. യെസ്, നമ്മളിപ്പോഴും കുശാൽ നഗറിൽ തന്നെയാണ് ഉള്ളത് ഗായ്സ്. ഗ്രാൻഡ് ബാർ. ഗായ്സ് നല്ല രസമുണ്ട് ഗായ്സ്. ഗൈസ് നല്ല എളുനീര് ഗൈസ്. എൻ്റെ അടുത്തും ഉണ്ട് നല്ല എളുനീര്, കുഴപ്പമില്ല. മർജാനെ കൊണ്ട് തിന്നിക്കാം.
അയ്യോ ഉള്ളിലിറങ്ങി ആദ്യത്തെ കിട്ടണം ഏതാ? കുറെ കാലമായി എന്തി നല്ല ഉള്ളിൽ ഇറങ്ങി കിട്ടുന്നു. അല്ലേ? ഇളനീർ എന്ന് പറഞ്ഞാൽ ഓവർ കട്ടിയാകാൻ പാടില്ല, ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് എന്താ പറയുക പുഡിങ് എല്ലാം പോലെ ആയിരിക്കണം, അത്രയും സ്മൂത്ത് ആയിരിക്കണം. അതുകൊണ്ട് ഞാനിത് തിന്നാൻ പോവാണ് ഗൈസ്. ഒരു പീസ് മർജാനും തരും. മർജാൻ ഒന്നും തിന്നൂല, ഒരു പതി ആ നോ അതൊന്നും എടുത്തോ ഗൈസ്. ഇനി ഞാൻ ഈ സാധനം കഴിക്കട്ടെ. എനിക്ക് 2 കൈയേ ഉള്ളൂ, അതിനാൽ മർജാൻ നല്ല 2 കൈ കൊണ്ട് നല്ല പോളിംഗ് ആണ്. അതുകൊണ്ട് ഞാനും തിന്നട്ടെ ഗൈസ്. ബസ്സൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമുക്ക് കർണാടകയിൽ നിന്നും ഒരു സബ്സ്ക്രൈബറെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഭയ്യ നാം നെയിം രവി. ഓക്കെ, രവി എന്ന് പറഞ്ഞ ഒരു ചേട്ടനാണ് നമ്മളെ സബ്സ്ക്രൈബർ ആയിട്ട് വന്നിട്ടുള്ളത് ഗൈസ്. ഭയ്യ 2 दिन का ये अकाउंट में आएगा, ठीक है? മലയാളം അറിയോ? ഓ, മലയാളം അറിയാമെന്ന് പറയുന്നത്. 2 ദിവസം കൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യും. മർജാനെ പോവാം. ഓക്കെ ബാ ഗൈസ്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഗുഡ്സ് ഒക്കെ ഇറക്കി കഴിഞ്ഞു. ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഞാൻ പറയാലോ, ഇന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മർജാൻ്റെ കൂടെ ഈ ഒരു ഗുഡ്സ് ഇറക്കാൻ വന്ന വ്ളോഗാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ എന്നെ അറിയിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ എന്തായാലും ഹൈ ക്വാളിറ്റി പിക്ചറിൽ തന്നെ കാണുക ഗൈസ്. കാരണം ഞാൻ 13 Pro വെച്ചിട്ട് മൊബൈലിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി എനിക്ക് മൈക്കില്ല യൂസ് ചെയ്യാൻ. അപ്പോൾ മൊബൈലിൻ്റെ മൈക്ക് വെച്ചിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ നോയ്സ് ക്ലിയറൻസ് ഒക്കെ കുറവുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ എൻ്റെ കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കുക. ഓക്കെ ഗൈസ്, നമ്മുടെ റോഡിൽ കഴുത വന്നിട്ടുണ്ട് ഗൈസ്. കഴുത കരിയുന്ന നിങ്ങൾ കണ്ടോ ഗൈസ്? കഴുത കരിയാണ് ഗൈസ്. ഗൈസ് ഇനി ഡ്രൈവ് ചെയ്യാൻ പോകുന്നത് ഞാനാണ് ഗൈസ്. എന്നാ വീഡിയോ ഇനി എടുത്തോ. ഗൈസ് ഞാൻ ആദ്യമായിട്ട് ലൈഫിൽ കാക്കിയെല്ലാം ഇട്ടിട്ട് വണ്ടി ഓടിക്കുന്നത്. കാക്കി ഇടണമെന്ന് നിർബന്ധം കാണുന്നുണ്ട് തന്നെ. ഓ ഗൈസ്, പോകുന്ന വഴിക്ക് ഒരു കാർ മ്യൂസിയം ഉണ്ട്. അത് കാണുവാണെങ്കിൽ നമ്മൾ എന്തായാലും അവിടെ കയറും ഗൈസ്. ബട്ടൺ ഒന്നും വേണ്ട. ബട്ടൺ നിർന്നാലോ? എന്നാ പോവാ ഗൈസ്. വീഡിയോ ഓഫ് ആയിക്കോ ഗൈസ്. വണ്ടി ഞാനാണ് ഡ്രൈവ് ചെയ്യുന്നത് ഗൈസ്. എങ്ങനെയുണ്ട് എൻ്റെ കാക്കി ഔട്ട്ഫിറ്റ്? നല്ല രസമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. മർജാൻ കടയിൽ വെള്ളം വാങ്ങാൻ പോയിട്ടുള്ളത് ഗൈസ്. ഇപ്പം നമ്മളുള്ള സ്ഥലത്തിൻ്റെ പേര് എന്ന് പറയുന്നത് കറക്റ്റ് മടിക്കേരി അല്ല ഗൈസ്. നമ്മുടെ സ്ഥലത്തിൻ്റെ പേരൊന്നും കാണുന്നില്ല, അറിയില്ല ഗൈസ്. അതുമാത്രമല്ല, നമ്മുടെ ഒരു വിൻറ്റേജ് കാർ മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് എവിടെയാണെന്ന് അറിയില്ല. ആ സ്ഥലവും കൂടി നോക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. ആ സ്ഥലവും കൂടി കാണുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അതും കൂടി നമ്മൾ ബ്ലോഗിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ഇവിടെ കൂർഗിലുള്ള വിൻറ്റേജ് കാർ കളക്ഷൻ്റെ മ്യൂസിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അടിപൊളി സ്പോട്ടാട്ടോ. ഫുള്ള് 2 സൈഡിലും തൈലവും കാപ്പിയും കുരുമുളകൊക്കെ ഉണ്ട്. തൈലയില്ല, കുരുമുളകും കാപ്പിത്തോട്ടത്തിന്റെ ഇടയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയില്ല ഇവിടുത്തെ എന്താ സിറ്റുവേഷൻ എന്ന്. നമ്മൾ പിക്കപ്പ് ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത് ഗായ്സ്. ഇവിടെ ഉള്ളത് നമുക്ക് വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റുമോ നോക്കാം ഗായ്സ്. നമുക്ക് നടുക്ക് ചെക്ക് പോസ്റ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. അറിയില്ല എന്താന്നുള്ളത്. നമ്മളെ കണ്ടുകൊണ്ടാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ നമ്മളെ വണ്ടി കണ്ടുകൊണ്ടായിരിക്കാം. നമ്മൾ ആദ്യമായിട്ടാട്ടോ ഇങ്ങോട്ടേക്ക് വരുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് ഈ പോസ്റ്റ് ഇത് കാണുന്നത്. നമുക്ക് പോയി നോക്കാം. അല്ലാനുമ്മ ഭയ്യ, വിൻറ്റേജ് കാർ കളക്ഷൻ ഇവിടെ തന്നെ ഗായ്സ്. അങ്ങനെ നമ്മൾ ഫൈനലി ഡെസ്റ്റിനേഷനിൽ എത്തി ഗായ്സ്. ലൊക്കേഷനൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതുമാത്രമല്ല, എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ നല്ലൊരു റീലും കൂടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഗൈസ്, ഇതിന്റെ പുറത്ത് തന്നെ ഒരു പപ്മിനി ഉണ്ട് ചേട്ടാ. നമ്മൾ യൂട്യൂബിലും ചെയ്യുന്ന എന്തെങ്കിലും ഡിസ്കൗണ്ട് തരുമോ? നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ 200 നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ 250K ഫോളോവേഴ്സ് ഉണ്ട്. നമ്മൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് പ്രൊമോഷൻ ചെയ്ത് തരാം. എവിടെ എന്നാ കുഴപ്പമില്ല ഗൈസ്. അങ്ങോട്ടേക്കാണ് ടിക്കറ്റ് കൗണ്ടർ. ചേട്ടാ, ഈ സ്ഥലത്തിന്റെ പേരെന്ന് പറയോ? ഇത് മുബാർക്ക് എസ്റ്റേറ്റ്, നെല്ലൂരിക്കരയിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ഇങ്ങോട്ട് ഗൈസ്. ഞാൻ ലൊക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഗൈസ്. വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. മർജാൻ കാക്കി അവിടെ വെക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് പോവാം.
ചേട്ടാ ഇവിടെ എത്രത്തോളം വണ്ടി വരുന്നുണ്ട്? ഇവിടെ ചില ദിവസം 50-60 വണ്ടി, 73 കിലോ വണ്ടി. ഓ 73 വണ്ടിയൊക്കെ ഉണ്ടാവും അല്ലേ? ഇവിടുന്ന് വണ്ടി പുറത്തേക്ക് പോവോ? കുറച്ചേക്ക് എങ്ങനെ ഐ മീൻ ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് പോയിക്കൊണ്ടുണ്ട്. ഇപ്പൊ കുറച്ച് റോഡ് മൂസാൻ കൊണ്ടൊക്കെ വെച്ചാൽ ഓക്കെ ഓക്കെ. കുറെ നടക്കാനുണ്ട് കേട്ടോ. 10 മിനിറ്റ്. 1 മിനിറ്റ്. ഓക്കെ ആ ഗായ്സ്, ടിക്കറ്റ് നൗ നോൺ റീഫണ്ടബിൾ. എന്താ പറയുക, ചിൽഡ്രൻസ് 0 to 5 വരെയാണെങ്കിൽ ഫ്രീ ആണ്. അതേപോലെ 5 to 12 ആണെന്നുണ്ടെങ്കിൽ 50 റുപ്പീസ് വരും. അതേപോലെ അല്ലാത്ത പക്ഷം മൊബൈൽ 30 റുപ്പീസ്. അത് ഈ ക്യാമറ ഒക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. പ്രൊഫഷണൽ ക്യാമറക്ക് 100 തോന്നുന്നു, അറിയില്ല. 100 രൂപ എന്ന് ഇവിടെ എഴുതിയിട്ടല്ലേ. ചേട്ടാ ഒന്ന് പോലെ ചേട്ടാ പ്ലീസ്. ഒരാൾക്ക് 100 രൂപ വരുന്നുണ്ട് ഗായ്സ്. വിൻറ്റേജ് കാർ ക്ലാസിക് BTS ടിക്കറ്റ് കൗണ്ടറാണ് ഗായ്സ്. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് മൈമുട്ടി. മൈമുട്ടിക്ക് ഐഡിയ സ്ഥലം ഐഡിയ കൊടക് തന്നെയാ. ഓക്കെ ഗായ്സ്. ഇവിടെ ഓ ഗായ്സ് ഇതൊക്കെ നോക്കൂ ഗായ്സ്, കിടിലൻ ഫുള്ളി. ചേട്ടാ ഇത് തുറക്കൂല? അതിന്റെ താക്കോലില്ല. ചെറിയ കാറുണ്ട് കുട്ടികൾ പോയി. എങ്ങനെ? 5 കാറുണ്ട്. ആ തുറന്നിട്ടുണ്ട്, കുട്ടികളെ എടുത്തുകൊണ്ട് അല്ലേ? ഓക്കെ ഗായ്സ്, എല്ലാം ഇവിടെയുള്ള മൊത്തം ഓൾഡ് സാധനം ഗായ്സ്. മറ്റേ റേഡിയോ ഒക്കെ ഉണ്ട്, 50 ലക്ഷം രൂപ വില വരുന്ന റേഡിയോ ഗായ്സ്. പണ്ടത്തെ തിയേറ്ററിൻ്റെ ഇതാണ്, എന്താ പറയുക, പ്രൊജക്ടറാ, ഓപ്പറേറ്ററാ, എന്താ പറയുക, ദിസ് ഈസ് ക്യാമറ പ്രൊജക്ടർ. ആ സിനിമ പ്രൊജക്ടർ, അതെ ഗായ്സ്. അങ്ങനെ നമ്മളിപ്പോൾ നേരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് 1 കിലോമീറ്റർ നടക്കാനുണ്ട് ഗായ്സ്. ഇത് തോന്നുന്നു പണ്ടത്തെ കാള വണ്ടീൻ്റെ സെറ്റപ്പിലുള്ള വീലാന്ന് തോന്നുന്നു, അറിയില്ല ഗായ്സ്. മൈസൂരും ഉണ്ട് പയന എന്ന് പറയുന്ന ഒരു കാർ മ്യൂസിയം. അതും വിൻറ്റേജ് കാർ മ്യൂസിയം തന്നെയാണ്. ഫസ്റ്റ് ടൈമായിട്ട് നമ്മൾ ഇന്ന് ഇവിടെ വന്നു തരാം. ഞാൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ തന്നെ, ഞാൻ ഇവിടുന്ന് നേരത്തെ ആ ഗുഡ്സ് ഫർണിച്ചർ ഇറക്കാൻ പോകുമ്പോൾ തന്നെ എന്താ പറയുക, ഇതിൻ്റെ ബോർഡ് കണ്ടു. കാരണം ഇവിടെ അടുത്തൊരു വിൻറ്റേജ് കാർ മ്യൂസിയം ഉണ്ട് എന്നുള്ള ബോർഡ് കണ്ടേരാണ് ഞാൻ മർജാനോട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കയറാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ കയറിയതാണ് ഗായ്സ്. നമുക്ക് നോക്കാം ഇവിടെയുള്ള കാർ കളക്ഷൻ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഓക്കെ ഗൈസ്, ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കൂർഗ് വിരാജ്പേട്ടയിൽ നിന്ന് പിന്നെ സിദ്ധാപുരം വന്നിട്ട്, സിദ്ധാപുരത്ത് നിന്ന് ജസ്റ്റ് ഒരു 1 കിലോമീറ്റർ ഉള്ളൂ ഗൈസ്. സിദ്ധാപുരം ജംഗ്ഷനിൽ നിങ്ങൾ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും ഈ ലൊക്കേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ കയറിക്കൊണ്ട് നിൽക്കുകയാണ് കാർ മ്യൂസിയത്തിലേക്ക്. ഗൈസ്, വിൻറ്റേജ് കാർ കളക്ഷൻ്റെ ഒരു കിടിലൻ സ്പോട്ടാണ് ഗൈസ്. നമ്മുടെ ഇരിട്ടിയിൽ നിന്ന് വെറും 60 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഇതാ ഇത്രയും, ഓ ഗൈസ് നോക്കൂ ഗൈസ്, ഓ ഷിറ്റ് ഗൈസ് കാറിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഗൈസ്. ഒരുപാട് കാർ കളക്ഷൻ ഉണ്ട്, മൊത്തം വിൻറ്റേജ് ആണ് ഗൈസ്. ഓ ഗൈസ്, ഈ കാറിൻ്റെ പേരൊന്നും അറിയില്ല ഗൈസ്. ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഗൈസ്. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നിന്ന് ഇരിട്ടിയിൽ നിന്ന് വെറും 60 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഗൈസ്. നമ്മുടെ മൈസൂർ പഴനയിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ കൂർഗിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വിൻറ്റേജ് കളക്ഷനുള്ള കാർ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൈസ്. ഈ വണ്ടിയുടെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഗൈസ്. 70-ഓളം വണ്ടി ഇവിടെ ഉണ്ട്. ഇതൊക്കെ പണ്ട് കാലത്തുള്ള ജീപ്പാന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. അപ്പം നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ഇവിടെ വരണമെന്നേ ഞാൻ പറയുള്ളൂ ഗൈസ്. ഒരുപാട് കാറുണ്ട് ഗൈസ്. ഇതേതാ കാർ? ഈ വണ്ടിൻ്റെ സൈസ് നോക്കിയേ ഗൈസ്. ഇപ്പോഴത്തെ സൂപ്പർ കാറിന്റെ സൈസ് ഉണ്ട് ബ്രോ. ബോണറ്റ് നോക്കിയേ അല്ലേ, എന്നാ പറയാ ഗൈസ്. അതെ, നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു വിന്റേജ് കാർ കളക്ഷൻ ഉള്ള ആർക്കെങ്കിലും അറിയോ ഗൈസ്? ഈ വണ്ടിന്റെ സൈസ് നോക്ക് നിങ്ങൾ.